ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നെറ്റ്സെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ കോഴിക്കോട് പള്ളിക്കണ്ടിയിൽ നിന്ന് തുടങ്ങി മുഹമ്മദ് അലി കടപ്പുറത്താണ് ലഹരി വിരുദ്ധ ജനകീയ റാലി അവസാനിച്ചത്. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മേയറും വിശിഷ്ട വ്യക്തികളും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഈ ലഹരി വിരുദ്ധ റാലിയിൽ സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ ഒന്നടങ്കം സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഈ റാലി. വേണ്ട ലഹരി വേണ്ട.
റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ ഏറെയും പ്രിയങ്കരിയായ മേയർ ബീന ഫിലിപ്പാണ്. അവരെ ഈ ലഹരി വിമുക്ത കമ്മിറ്റിക്ക് വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഇത് സംഘടിപ്പിച്ച നിങ്ങൾക്കൊരു ലഹരി വിരുദ്ധ ജനകീയ സമിതി, ആ വാക്കിന് ഒറ്റ അർത്ഥമുണ്ട്. ഞാൻ മേയറായ ഉടനെ ഇവിടെ വന്നിട്ട് ചോദിച്ചത്, ഇവിടെ എന്തെങ്കിലും ശല്യമുണ്ടോ, ലഹരി മരുന്നിന് കുഴപ്പമുണ്ടോ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കാവലാണ്, ഈ ഭാഗത്തേക്ക് ഒരിക്കലും ലഹരി വിൽക്കാൻ വരില്ല എന്ന്. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ അത് പോയി പറഞ്ഞിട്ടുണ്ട്. സൗത്ത് ബീച്ചിൽ കാവല് കിടക്കുന്നത് അവിടെയുള്ള നാട്ടുകാരാണ്. നമ്മൾ ജനങ്ങള് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഏതിനെയും തുരത്തി ഓടിക്കാൻ കഴിയും. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇവിടെ ശരിയായ രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ് പോലീസും എക്സൈസും അതുപോലെ ജനകീയരായിട്ടുള്ള നമ്മുടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ ഇതിനു വേണ്ടി മഹാവിപത്തിനു വേണ്ടി ഒരുമിച്ചതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. രണ്ടാമത്, യുവത്വം മാത്രമല്ല ലഹരിക്ക് അടിമപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന കറുപ്പും കഞ്ചാവും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു. ചികിത്സ കൊണ്ട് അടിമപ്പെട്ടവരെ മോചിപ്പിക്കാമായിരുന്നു. ഇതങ്ങനെയല്ല. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത രാസവസ്തുക്കൾ അതൊരിക്കൽ ശരീരത്തിൽ കടന്നുകൂടിയാൽ പിന്നെ അതിൽ നിന്നൊരു പൂർണ്ണമായ വിമുക്തി എന്നത് ഇതുവരെ കണ്ടുപിടിച്ച വൈദ്യശാസ്ത്രത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി നാളെ എന്തുണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് പല ഭാഗത്തും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം മനുഷ്യനെ സഹായിക്കുന്നതോടൊപ്പം ചില കണ്ടുപിടുത്തങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുക കൂടിയാണ്. ഇന്ന് ഏറ്റവും അധികം ജനസംഖ്യയുള്ള ചൈനയിലെ ബ്രിട്ടീഷുകാരുടെ ദുഷ്ടബുദ്ധി അവരെ കറുപ്പ് ഓപ്പിയം, ആ ചെടിയുടെ മയക്കുമരുന്നിന്റെ ശക്തിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ആ ജനങ്ങളെ മുഴുവനും മയക്കുമരുന്നിന് അടിമകളാക്കിക്കൊണ്ടാണ് ചൈന പോലെ ഇത്രയേറെ ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ചത്. പക്ഷെ അവർക്ക് അതിൽ നിന്ന് മോചിതരാവാൻ സാധിച്ചു. അത്ര ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ അവർ അതിൽ നിന്ന് മോചിതരായി. അതുപോലെ ധാരാളം ആൾക്കാർ താമസിക്കുന്ന നമ്മുടെ കേരളം, പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട്, നിങ്ങൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ 3 വർഷങ്ങളായി നിങ്ങൾ ഈ ലഹരി മാഫിയെ, നിങ്ങളുടെ വാക്ക് ഉപയോഗിച്ച് ഞാൻ പറയട്ടെ, അവരെ തടുത്തു നിർത്തിയത്? അത് നമ്മൾ ഇനിയും തുടങ്ങണം. അതിന് ഒരറുതിയൊന്നുമില്ല. നിതാന്ത ജാഗ്രത. ഒരു ഭാഗത്തും വീടുകളിലെ അമ്മമാരോടും അച്ഛന്മാരോടും പറയണം, പണം കുട്ടികൾക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ ഒരിക്കലും വെക്കരുത്. നമ്മൾ പറയും പണം പിശാശാണ്, പറയാറില്ലേ? പണം പിശാശാണ് എന്ന് പറയും. പണം മനുഷ്യനെ കൊണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ ദൈവികമായിട്ടൊരു ചിന്തയുണ്ട്. പൈശാചി പോലെയുള്ള മറ്റൊരു പിശാശാണ് ലഹരി. അത് സംഗീത ലഹരിയുണ്ട്, നൃത്തലഹരിയുണ്ട്, ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാളൊക്കെ മാരകമാണ് ഇതുപോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചുള്ള ലഹരി എന്ന് പറയുന്നത്. അത് മദ്യമായാലും അത് മനുഷ്യനല്ലാതാക്കും. മദ്യകത്ത് ചെന്നാൽ പിന്നെ മദ്യ സംസാരിക്കുക, മനുഷ്യനല്ല സംസാരിക്കുക. ചില മനുഷ്യന്മാർക്ക് അധികാരം കിട്ടിയാൽ പിന്നെ അവര് മാറി അധികാര സംസാരിക്കുക. അപ്പൊ നമ്മൾ അതിനെ അധികാര ലഹരി എന്ന് പറയും. അതുപോലെയുള്ള രാജേന്ദ്രൻ എഴുതിയൊരു നോവലുണ്ട്. 2 പേരും ഡോക്ടർമാരാണ്. അവരുടെ പെൺകുട്ടി അതിന് അടിമയായി പോകുന്നതിന്റെ കഥയാണ്. അവരെവിടെയെല്ലാം കൊണ്ടുപോയിട്ടാണ് ചികിത്സിക്കുന്നതെന്ന് അറിയോ? അത് ഏതോ 2 ഡോക്ടർ ദമ്പതിമാർക്കുണ്ടായ പെൺകുട്ടിയുടെ കഥയാണ്. ഡോക്ടർ രാജേന്ദ്രന്റെ ബെല്ലാഡോണ എന്ന ഒരു ചെറിയ നോവൽ വന്നു എന്ന് പറഞ്ഞാല് എത്ര പട്ടിണിയാണെന്ന് വെച്ചാലും വേണ്ടി അങ്ങനത്തെ ആരെങ്കിലും ഈ കോഴിക്കോട് നാട്ടിൽ ഒരിക്കലും നമ്മുടെ മക്കളെ അത്തരത്തിലുള്ള ചീത്ത കാര്യങ്ങളിലൂടെ പണം വാങ്ങാൻ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനകീയ ലഹരി വിരുദ്ധ സമിതി അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ജനകീയ സമിതിയുടെയും പോലീസിന്റെയും ഒക്കെ ഒരുമിച്ച് ചേർന്നുള്ള ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും നമ്മുടെ ഈ ജാഥ വെറുതെ ആവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരും അതിനെതിരായി അവസരം കിട്ടുന്നിടത്ത് പറയണം. കുടുംബങ്ങളെ ബന്ധത്തിൽ വിട്ടുപോയാൽ അത് പറയണം. ഇങ്ങനെയുള്ളതൊക്കെ വായിച്ചിട്ട് ഇനി ഇതിനൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയണം. അമിതമായ ഭീകര കഥകളൊന്നും ഞാൻ പറയും. പ്രിയപ്പെട്ട അധ്യക്ഷൻ നൗഫൽക്ക, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ മേയർ ബീന ഫിലിപ്പ്,
മറ്റു ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, നമുക്കറിയാം ആദ്യമൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു ലഹരി ഉപയോഗിക്കുന്നവരുടെ മക്കൾ, നമ്മൾ പറയും ആദ്യമൊക്കെ കള്ളുടിയന്മാരുടെ മക്കൾ കള്ളുടിയാൽ തന്നെ വളരുള്ളൂ. പക്ഷേ ഇന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഡോക്ടർ വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അവർ വളരെ അധികാരത്തോടു കൂടി ലഹരി ഉപയോഗിക്കുന്നു. അവരുടെ പഠനത്തിന്റെ മറവിൽ ലഹരി ഉപയോഗിക്കുന്നു. പക്ഷേ അതിനൊക്കെ നമ്മുടെ ഉദ്ഘാടക പറഞ്ഞതുപോലെ മനുഷ്യരാൽ കണ്ടുപിടിക്കപ്പെട്ട ഇത്തരത്തെ കീഴ്പ്പെടുത്താൻ മനുഷ്യ മനസ്സിനും ഹൃദയത്തിനും സാധിക്കാതെ കഴിയില്ല. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും പ്രായഭേദമന്യേ, നമുക്കറിയാം ഇന്ന് ഈ റാലിയിൽ പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുത്തു. ഇതിനൊക്കെ ഒരു ലക്ഷ്യം, ലഹരി നമ്മെ അടുക്കരുത്, അതിനെ നമ്മൾ ചെറുത്തു നിൽക്കണം. നമ്മുടെ സാഹചര്യം ലഹരിയിലേക്ക് അടുക്കാൻ എന്തായിക്കോട്ടെ അത് തുറന്നു പറയാനുള്ളൊരു മനസ്സ് കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. കുടുംബത്തിലെ അമ്മമാർ കുട്ടികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ സുഹൃത്ത് ഇത്തരത്തിൽ ഏർപ്പെട്ടത് കണ്ടാൽ അത് തുറന്നു പറയാനുള്ളൊരു മനസ്സ് ഒരു കുട്ടി കാണിച്ചാൽ ഇന്ന് ലഹരി വളരില്ല എന്ന് നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കും. തുറന്നു പറയാനുള്ളൊരു മനസ്സാണ് ഇതിൽ നിന്ന് നമുക്ക് പിന്നോട്ട് വെക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. അത്തരത്തിൽ നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് അതിന് തിരിച്ചു നേടാൻ ആരുടെ സഹായമാണോ വേണ്ടത്, അത്തരത്തിലായിരിക്കണം ഈ ജനകീയ മുന്നേറ്റം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.